ഹലോ, ഇന്ന് നല്ല ഒരു പോർക്ക് ഡിഷായാലോ. നല്ല മസാലയൊക്കെ പുരണ്ട് നല്ല നാടൻ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിന് ഞാനിപ്പോൾ ഒരു കിലോ പോർക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചുവന്നുള്ളി, ഒരു 10-12 വെളുത്തുള്ളി, കാന്താരിമുളക് ഒരു 15 കറിവേപ്പില, പിന്നെ ഗരം മസാലപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സിക്കകത്ത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികളായിട്ട് ഞാൻ പറഞ്ഞ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ആ പോർക്ക് പീസസ് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പും ചേർത്തിട്ട് ആ മിക്സ് കഴുകിയ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു 7 വിസിൽ വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് പോർക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ആ പ്രഷർ കുക്കറിൽ നിന്ന് തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല ബ്രൗൺ ആയിട്ടൊന്ന് മാറ്റുക. ആ പോർക്കിൻ്റെ നെയ്യിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഒരു 2 സവാളയും കൂടി ഇട്ടിട്ട് നല്ല മൊരിഞ്ഞ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ആ പോർക്കിൻ്റെ നെയ്യിൽ സവാള ഇങ്ങനെ മുരിച്ച് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് സവാള മാറ്റി കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ പോർക്കിൻ്റെ നെയ്യിൽ തന്നെ നമ്മൾ പ്രഷർ കുക്കറിൽ നിന്ന് ആ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് നല്ല കറുത്ത നിറത്തിൽ ഫ്രൈ ആവുന്ന വരെ അതിനകത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല മൊരിഞ്ഞിരിക്കണം. ഒന്നും കൂടെ കുറച്ചും കൂടെ സ്പൈസി ആക്കാനായിട്ട് ഞാൻ 1 സ്പൂൺ പെപ്പറും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നല്ല കറുത്ത കളർ കിട്ടുകയും ചെയ്യും. നമുക്കത് ഈ പോർക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ആ ഫ്രൈ ചെയ്ത പോർക്കിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് തന്നെ മാറ്റാം. നല്ല മൊരിഞ്ഞിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കറുത്ത മൊരിഞ്ഞ് വരുമ്പോഴേ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാൻ പാടുള്ളൂ. അതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ വറുത്ത പോർക്കിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനകത്ത് കുറച്ചും കൂടെ പോർക്കിൻ്റെ നെയ്യ് ബാക്കിയുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഗ്രേവി ഒഴിക്കണം. പ്രഷർ കുക്കറിൽ നിന്ന് ആ ഗ്രേവി ഒഴിച്ച് ഗ്രേവി നല്ല തിക്കായിട്ട് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനകത്തോട്ട് ആ വറുത്ത പോർക്ക് കഷ്ണങ്ങളും ഇട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് കണ്ടോ. ഇപ്പോൾ അരപ്പൊക്കെ നല്ല പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമുക്കിതിനെ സെർവ് ചെയ്യാം. ഞാനൊരു ഒരു ബൗളെടുത്തു. അതിനകത്തോട്ട് ആ പോർക്ക് കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് ആദ്യം ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് അതിങ്ങനെ പെരണ്ടിരിക്കുന്ന മതി, അധികം ഗ്രേവി വേണ്ട. പിന്നെ ചാറ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൈ ചെയ്ത ഒണിയനും കറിവേപ്പിലയും നട്ട്സും എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.